ആത്മനമസ്കാരം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാ ആത്മസ്വരൂപികൾക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിയായോഗയെക്കുറിച്ചാണ് ഇന്നും പറയുന്നത്. ക്രിയായോഗ ആർക്കെല്ലാം സ്വീകരിക്കാം? ക്രിയായോഗ എങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഇത് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പരിശോധിക്കാം. മനുഷ്യരാശിയിൽ ഏവർക്കും വയസ്സനെന്നോ പ്രായം കുറഞ്ഞവർക്കോ രോഗികൾക്കോ ആർക്കും, ചെറുപ്പക്കാർക്കും എല്ലാവർക്കും തന്നെ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആർക്കാണോ അവർക്കെല്ലാം ഈ വിദ്യ വളരെ ഉപകാരപ്രദമാണ്. എനിക്ക് ഈ ലോകത്ത് എല്ലാം മടുത്തു, എന്താണ് എന്നിലെ ഒരു ശക്തിയുണ്ട്. എല്ലാവരും പറയും ഈശ്വരൻ എവിടെയെന്ന് പറയുമ്പോൾ അതൊരു ശക്തിയാണെന്ന് പറയും. ആ ശക്തി എവിടെയാണ് എന്ന് അന്വേഷിക്കുന്നവർക്കും ക്രിയായോഗം വളരെ പ്രയോജനപ്രദമാവും. അവർ കണ്ടെത്തും. പിന്നെ വേറൊരു കൂട്ടർ ഇനി എന്തിനാണ് ജീവിക്കുന്നത്, ഈശ്വരനല്ലാതെ മറ്റാരും ഇല്ല, ഞാൻ രോഗിയായി അവസ്ഥയിൽ നിൽക്കുന്നു, എനിക്ക് ഈശ്വരനെ അറിയണം, ഈശ്വരൻ എവിടെ ഇരിക്കുന്നു. ബന്ധുക്കളെയും മക്കളെയും വളർത്തി സന്തോഷങ്ങളെല്ലാം പങ്കിട്ട് തന്നിലിരുന്ന സമ്പാദ്യങ്ങളെല്ലാം ചോർന്നു തീർന്നു, എല്ലാം മക്കൾക്ക് വേണ്ടി അവസാനം വരെയും കൊടുത്തു, അവസാനം തന്നെ അറിയാൻ മാത്രം വിട്ടുപോയി. ആ തന്നെ അറിയലാണ്, തൻ്റെ സ്വരൂപസ്ഥിതിയെ അറിയലാണ് ക്രിയായോഗം. പലരും പറയാറുണ്ട് ക്രിയായോഗം എന്ന കായിക അഭ്യാസമാണെന്ന്. ഒരിക്കലുമല്ല. തൻ്റെ ജീവാത്മാവിനെ പരമാത്മാവുമായി ചേർത്ത് ഒരുമിച്ച് സമഭാവനയിൽ കണ്ട് ആ ധ്യാനം തുടങ്ങുന്നതാണ്, തൻ്റെ സ്വരൂപത്തിലേക്ക് എത്തിപ്പെടുന്നതാണ് ക്രിയായോഗം. അത് ജീവനും പരമാത്മാവുമായിട്ടുള്ള ലയനമാണ്. 10ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി താൻ പരീക്ഷ എഴുതുമ്പോൾ ആ വ്യക്തി തന്നെയാണ് എഴുതാൻ, ആ വ്യക്തി തന്നെയാണ് പഠിക്കാൻ. അപ്പോൾ ഈ ക്രിയായോഗത്തിൽ കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പരിപൂർണമായും പാലിക്കണം. ചിലപ്പോൾ ക്രിയായോഗം സ്വീകരിക്കാത്തവർ പോലും നല്ല നിയമങ്ങൾ, നമുക്കതൊരു ആ പെരുമാറ്റച്ചട്ടം കേൾക്കുമ്പോൾ ആ ഈശ്വരനുമായി ഒന്നായി തീരാനുള്ള ഒരു ധ്യാനവുമല്ല, ഒരു ചിട്ട എല്ലാവരിലുമുണ്ട്. സത്യം ചെയ്യുക, സത്യം മാത്രം പറയുക, നല്ലതായിരിക്കുക, മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കുക. ഭക്തിയിൽ പോലും അവർ ഒത്തിരി പേര് ചെയ്യുന്നവരുണ്ട്. അവരും ഈ ക്രിയായോഗം തൻ്റെ ജീവനെ അറിയുക, എല്ലാത്തിലും പോയി എല്ലാവർക്കും കൊണ്ടും കൊടുത്തും മക്കളെ വളർത്തി മക്കളെ സ്നേഹിച്ചും അവരിൽ നിന്ന് കിട്ടുന്ന വലിയ വലിയ ആ വേദനകളും, അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് തന്നെ സ്നേഹിക്കാൻ വിട്ടുപോയി. താൻ ആരാണ്? നമ്മളെ സ്നേഹിക്കുക, നമ്മുടെ ഉള്ളിലേക്ക് അന്തർമുഖമാവുക. അന്തർമുഖ സ്വഭാവായേ നമഃ. മുകളിലോട്ടും
കീഴോട്ടും പോകുന്ന പ്രാണനെ സമമാക്കി നമ്മൾ ആ ഇരുത്തേണ്ടിടത്ത് ഇരുത്തിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ പ്രണയം. എല്ലാവരും മറ്റൊരു വ്യക്തിയെ നോക്കും, എൻ്റെ പ്രാണസഖിയെന്ന്. എൻ്റെ പ്രാണസഖി അതാരാണ്? തൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രാണനാണ് സഖിയായി മാറുന്നത്. നമ്മളെ കൂടെ എപ്പോഴും ഉള്ളത് നമ്മുടെ പ്രാണനാണ്. ഒരു കല്ലിൽ തട്ടി വീണാൽ പോലും പെട്ടെന്ന് ഇപ്പോൾ ഉറങ്ങി എഴുന്നേൽക്കാൻ കഴിയാത്ത എത്രയോ പേരുണ്ട്. രാത്രിയിൽ ആ ജീവൻ പോകുമ്പോൾ രാവിലെ ഒരു മരത്തടിക്ക് പിന്നും പ്രയോജനമുണ്ടാവും. പക്ഷേ അതുപോലും ഒരു മരത്തടിയുടെ ഉപയോഗം പോലും ഇല്ലാത്ത വസ്തുവായി മാറുന്നു മനുഷ്യ ശരീരം. ആ ശരീരത്തിനകത്തിരുന്ന ആ പരിപൂർണ സത്തയെ മനസ്സിലാക്കാൻ നാം എത്ര പേരാണ് ഇന്ന് ചിന്തിക്കുന്നത്? നമ്മുടെ ജീവനക്കാലും വലുത് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമേയില്ല. ആ പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിൽ ആ പ്രപഞ്ചമാകുന്ന ശരീരത്തിൽ ആ ഊർജം ഇരിക്കുന്നു. ആ ഊർജം എങ്ങനെ നമ്മൾ കണ്ടെത്തും? അതിന് അടിസ്ഥാനമായ കാര്യങ്ങൾ ഒന്ന്, ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറെ ആൾക്കാർ ഒന്നിലും ഒരു വിദ്യ സ്വീകരിച്ചില്ലെങ്കിലും സമൂഹത്തിൽ നല്ല പ്രവൃത്തി ചെയ്യുന്നവരുണ്ട് മരിക്കുവോളം. പക്ഷേ തൻ്റെ ജീവനെ മാത്രം അറിയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ ജീവനെ പ്രണയിക്കണം, നമ്മളിലേക്ക് നാം പോകണം, തിരിച്ചു ചെല്ലണം. എപ്പോഴും ബാഹ്യത്തിൽ നമ്മൾ നിന്നാ പോരാ. ബാഹ്യത്തിൽ നിൽക്കുന്ന ആ ജീവശക്തിയെ തന്നുള്ളിലേക്ക് കടത്തി മേലോട്ടും കീഴോട്ടും പോകുന്ന ആ പ്രാണനെ ജീവൻ ഈശ്വരനുമായി, മുകളിലിരിക്കുന്ന ഈശ്വരനുമായി ലയിപ്പിച്ച് ചേർക്കുന്ന പണി നമ്മുടേത് തന്നെയാണ്. നാം എത്രയോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും നമ്മൾ ഈ ലോക കാര്യങ്ങൾ ചെയ്യുകയും രാഷ്ട്രീയത്തിലായാലും സാമൂഹ്യ പ്രവർത്തനമായാലും ചെയ്യുമ്പോൾ നാം നമ്മളെ അറിയുന്നുണ്ടോ? നമ്മളെ അറിയലാണ് ക്രിയായോഗം. നമ്മളെ അറിഞ്ഞ് നമ്മെ സ്നേഹിച്ച് നമ്മളിലേക്ക് ആഴ്ന്ന് നമ്മൾ തന്നെ മോക്ഷം കണ്ടെത്തുന്നതാണ് ക്രിയായോഗം. മോക്ഷം എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷം കർമ്മങ്ങളിൽ കൂടി നമ്മൾക്ക് കിട്ടുന്നതല്ല മോക്ഷം. അത് ഭൗതിക സുഖത്തിൽ ജീവിച്ച് ഭൗതിക സാക്ഷാത്കാരം കിട്ടും. പക്ഷേ ഭൗതിക സാക്ഷാത്കാരത്തിന് മുന്നേ ആധ്യാത്മികതയിലേക്ക് വന്ന് ആധ്യാത്മികമായ ആ സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുക. ഒരു വ്യക്തി മരിച്ചു പോകുമ്പോൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ജലത്തിലൊഴുക്കി, ചിതാഭസ്മം ഒഴുക്കി, അസ്ഥി ഒഴുക്കി, പഞ്ചഭൂതങ്ങൾ ലയിപ്പിച്ചു വിട്ടു, ഇനി മോക്ഷമാണ്. ഇല്ല. ആ മോക്ഷം കിട്ടണമെങ്കിൽ നമ്മെ അറിഞ്ഞ വ്യക്തിയാണോ എങ്കിൽ ആ വ്യക്തിക്ക് മോക്ഷമാണ്. നാം അറിയാത്തിടത്തോളം മോക്ഷം സാധ്യമല്ല. നാം ജീവിച്ചിരിക്കുമ്പോൾ 10 വയസ്സായ ഒരു കുട്ടിയെ എടുത്താൽ ആ കുട്ടി ഈ വിദ്യ തന്നെ അറിഞ്ഞാൽ, നിങ്ങളിപ്പം വേദഗ്രന്ഥങ്ങളിൽ കൂടി നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും. പക്ഷേ അത് ഒടുങ്ങണം, അത് എവിടെയാണെന്ന് കാണണം. വേദഗ്രന്ഥങ്ങളിൽ കൂടി ഒരുപാട് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. അവയെല്ലാം പറയുന്നു ബ്രഹ്മം. ആ ബ്രഹ്മം എവിടെയാണ്? ആ ബ്രഹ്മം സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ബ്രഹ്മം തന്നുള്ളിൽ അത് എവിടെയാണ് ഇരിക്കുന്നത്? അതിനെ നാം കണ്ടെത്തുക. ആ ബ്രഹ്മവിത്തായി നാം ഇനി പല യോനികളിൽ കൂടി ജനിച്ചും മരിച്ചും ജന്മത്തെ പാഴാക്കാതെ ഈ കിട്ടിയ മനുഷ്യജന്മം പരിപൂർണമായും തന്നിലെ ജീവനിലേക്ക് ലയിപ്പിച്ചു ചേർക്കൂ. അവനവനിൽ കൂടി ഒഴുകുന്ന ആ പ്രാണൻ പുറത്തേക്ക് പോയി അധോഗതിയായി നശിച്ചു പോകാതെ തന്നുള്ളിലേക്ക് ആ ജീവശക്തി ഈശ്വരനുമായി ലയിപ്പിച്ച് ചേർക്കേണ്ട ജോലി നമ്മളിൽ തന്നെയുണ്ട്. ആ ജോലി ചെയ്ത് തന്നുള്ളിൽ ലയിപ്പിച്ച് ബ്രഹ്മരന്ധ്രത്തിൽ അത് പ്രവേശിപ്പിച്ച്
ഇരുന്ന് ധ്യാനനിരതനായിരിക്കൂ. ധ്യാനനിരതനായിരുന്ന് ആ ബ്രഹ്മരന്ധ്രം തട്ടിത്തുറന്ന് അതിൽ ഈ ജീവൻ അടങ്ങണം. ഈ ജീവൻ അടങ്ങിച്ചേരുമ്പോൾ അത് മോക്ഷമായി ഭവിക്കുന്നു. അല്ലാതെ നാം മരിച്ചതിന് ശേഷം മോക്ഷമല്ല, നാം ജീവിച്ചിരിക്കുമ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. അതാണ് 18 സിദ്ധന്മാരും ശിവശക്തി സിദ്ധ ഗുരുക്കന്മാരുടെ പരമ്പരയായി അണുവിലും പഞ്ചഭൂതങ്ങളിൽ ഏതൊക്കെ സൃഷ്ടിയെടുത്തോ, പഞ്ചഭൂതത്തിൽ നിൽക്കുന്ന ഏതൊക്കെ സൃഷ്ടിയുണ്ടോ അവർക്കെല്ലാം ഇത് കേൾക്കുന്നതും ഇത് ശ്രദ്ധിക്കുന്നതും വളരെ മോക്ഷത്തിന് വേണ്ടി അവർ എത്തിത്തീരും. ഏത് ഒരു ജീവിയാണോ പഞ്ചഭൂതത്തിലാണ് അത് ജനിച്ചിട്ടുള്ളത്. പഞ്ചഭൂതത്തെ നാം അറിയുക. ആ പഞ്ചഭൂതത്തിലേക്ക് നമ്മുടെ ജീവൻ അധോഗതിയായി നഷ്ടപ്പെട്ടാൽ നമ്മുടെ കലകൾ കുറയും. നമ്മുടെ ജീവന്റെ ആ താഴെ ആ സ്റ്റെപ്പ് താഴെ ഇറങ്ങി വരുന്നു. അതാണ് ലളിതാ സഹസ്രനാമത്തിൽ അന്തർമുഖ സ്വഭാവായേ നമഃ. അത് ലളിതാ സഹസ്രനാമം ഒരു പരിധി വരെ പഠിക്കാൻ അമ്മ അനുവദിച്ചു കഴിഞ്ഞാൽ ആ പരമേശ്വരി തന്നുള്ളിലേക്ക് പ്രവേശിക്കണം. തന്നുള്ളിൽ പ്രവേശിക്കാതെ എത്രത്തോളം 1000 വർഷം അല്ല, എത്ര കോടി ജപിച്ചിരുന്നാലും തന്നുള്ളിലേക്ക് ആ ജപം എന്തിനാണ് വെച്ചിട്ടുള്ളത്? മൂലാധാര നിലയായേ നമഃ, സ്വാധിഷ്ഠാനം ഭുജകദായേ നമഃ. തന്നുള്ളിലിരിക്കുന്ന വിശുദ്ധമായിരിക്കുന്ന 6 ചക്രങ്ങളിലേക്കും പ്രവഹിച്ച് പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ തന്നുള്ളിലിരിക്കുന്ന ആ ദിവ്യ സ്വരൂപമായി സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്ഫുരണം ശക്തി അടങ്ങുമ്പോൾ ശിവൻ പ്രകാശിക്കും. ആ ശിവത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ആ ശിവത്തെ അനുഭവിക്കുമ്പോൾ അതിന് അടിസ്ഥാനമായി നമ്മുടെ ഉള്ളിലെ ശ്വാസഗതി താഴോട്ട് പോയി ആ ശക്തിയെ മായാസ്വരൂപിണിയാക്കുന്നതും താൻ തന്നെയാണ്. ആ മായാസ്വരൂപിണിയായി മാറിയാൽ അവൾ കലഹിക്കുന്നവളായി മാറും. നമുക്ക് ദുഃഖങ്ങളുടെ ദുഃഖം കൊണ്ടുവരും. നമ്മൾ അലച്ചിലേക്ക് പോകും, നമ്മൾ വഴക്കാളിയാവും, നമ്മൾ വ്യഭിചാരിണിയാവും, ദുർനടപ്പുകാരിയാവും, പലതും റെസ്റ്റില്ലാത്ത ജോലിയിൽ നാം പ്രവേശിക്കും. ഉറക്കെയുള്ള സംസാരം നമുക്കുണ്ടാവും. നമ്മുടെ ശബ്ദ തരംഗങ്ങൾ ആ കലകൾ കുറഞ്ഞു വരുമ്പോൾ ആ ശക്തി, ആ പ്രാണൻ ശക്തി മായയായി സമൂഹത്തിലേക്ക് നാം ആ ലെവലിലേക്ക് നമ്മൾ ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് പോകാൻ ഉണ്ടെങ്കിൽ ആ വഴിക്ക് നീങ്ങുക. ഒരു കാലത്തും നമ്മൾ സഹസ്രനാമങ്ങൾ ജപിച്ച് നമ്മളിൽ ഉള്ളിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾ കയറുന്നില്ല? നമുക്ക് ഗുരുക്കന്മാർ ഒത്തിരി പേരുണ്ട്, എന്തുകൊണ്ട് അവർ പറയുന്നില്ല? സഹസ്രനാമങ്ങളിലേക്ക് ഒരു ക്രിയായോഗം എടുത്ത ഒരാൾ പോലും പോകാൻ പല കാരണം അവന്റെ പ്രാണശക്തി അവൻ ഒതുക്കി തന്നുള്ളിൽ അടക്കുന്ന വിദ്യയാണ്, ആ ദിവ്യത്വമാണ്, ആ ദിവ്യപ്രകാശമാണ് നമുക്ക് കിട്ടിയത്. ആ ദിവ്യപ്രകാശത്തിലേക്ക് നാം ഒതുങ്ങി കയറിപ്പോകേണ്ടതുണ്ട്. അന്തർമുഖ സ്വഭാവമായി അന്തർമുഖത്തിൽ നമ്മുടെ സ്വഭാവത്തെ സ്ഫുരിച്ചു കാണിക്കുക, ഇതാണ് ക്രിയായോഗം. അല്ലാതെ നമ്മൾ കലകൾ കുറഞ്ഞു വീണ്ടും ആ വ്യക്തിത്വം മാറിക്കൊണ്ടിരുന്നാൽ നമ്മളും അലക്ഷ്യരായി കൊണ്ടേയിരിക്കും. നമുക്ക് ഒരിക്കലും സ്വരൂപത്തിലേക്ക് എത്താൻ കഴിയില്ല. ആ മായാ സ്വരൂപിണി ശക്തിയായി, അത് ജീവനായി, അത് തന്നുള്ളിലെ ബ്രഹ്മരന്ധ്രത്തിൽ തട്ടിത്തുറന്ന് അവിടെ ലയിച്ചു ചേരണം. അവിടെ ലയിച്ചു ചേരുമ്പോൾ നാം പ്രകാശസ്വരൂപമായി സ്ഫുരിക്കും. ഈ പ്രകാശസ്വരൂപം അത് ഇരിക്കുന്ന സ്ഥലമാണ് ഗൂഢസ്ഥൻ, ത്രിവേണി സംഗമം. അതിൻ്റെ പേരുകളാണ് തൃക്കണ്ണ്, ചുഴിമുന, നെറ്റിക്കണ്ണ്, ഇങ്ങനെ ഒരുപാട് പേരുകൾ, തുര്യം എന്നീ പേരുകളിൽ ഈ സ്ഥാനത്തെ നമുക്ക് അറിയപ്പെടുന്നു. യോഗവിദ്യയിൽ കൂടി പോകുമ്പോൾ ആ വ്യക്തിക്ക്
ആ തലങ്ങൾ മനസ്സിലാക്കി ഗുരു തൊട്ട് കാണിച്ച് ഉണർത്തിവിടുന്നു. അങ്ങനെ ഈ ക്രിയായോഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് 8 പടികളുണ്ട്. 6 ആധാര ചക്രങ്ങളും നമുക്കുണ്ട്. അതിനെ നാം ഉണർത്തണം. എങ്ങനെ ഉണർത്തണം? മൂലാധാര ചക്രത്തിൽ അഹിംസ, സത്യം പറയുക, ഒന്നിനെയും കൊല്ലരുത്, കൊന്നതിനെ തിന്നരുത്. ആ ശവം നമ്മുടെ ശരീരത്തിന് യോജിച്ചതല്ല. നമ്മുടെ ശിവം പ്രകാശിക്കണമെങ്കിൽ, നമ്മുടെ ആ ശിവം സ്ഫുരിച്ചു നിൽക്കണമെങ്കിൽ, തന്നുള്ളിൽ താനെ അറിയണമെങ്കിൽ നാം സത്യസന്ധമായി എത്തേണ്ടത് എങ്ങനെ? നാം കള്ളം പറയാതെയും നാം സത്യം പറഞ്ഞുകൊണ്ട് നമ്മൾ പൂർണ്ണമായും നല്ല വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചും നമ്മൾ ഈ സ്ഥാനത്ത് എത്തിച്ചേരണം. കൊന്നതിനെ തിന്നരുത്, രക്തം ചൊരിയുന്ന ഒരു സാധനവും തിന്നരുത്. ഈ ആകുന്ന ആ പരമപ്രകാശം ഇരിക്കുന്ന തൻ്റെ സ്വരൂപത്തിലേക്ക് നോക്കുന്ന ആ ദിവ്യത്വം അടങ്ങിയിരിക്കുന്ന താനാണ് ഈശ്വരനെന്നറിയുന്ന ഈ പീഠം വളരെ ശ്രദ്ധിച്ച്, വളരെ പരിപാലിച്ച്, വളരെ തട്ടുമുട്ടും കൊള്ളാതെയും വളരെ സൂക്ഷിച്ച് പവിത്രതയോടെ സൂക്ഷിക്കേണ്ട ഒരു ക്ഷേത്രമാണ് നമ്മുടെ ശരീരം. ഈ ശരീരത്തിന് ഉള്ളിലിരിക്കുന്ന ആ പരമ ചൈതന്യത്തെ നാം അറിയണമെങ്കിൽ വിശുദ്ധമായ യാത്ര, നമ്മുടെ പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആ പെരുമാറ്റച്ചട്ടങ്ങളാണ് യമനിയമ ആസന, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. അതിൽ മൂലാധാരം 6 ചക്രങ്ങളുണ്ട്. 6 ചക്രങ്ങളും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അത് അമൂല്യമായ രത്നങ്ങളാണ്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. ഈ സഹസ്രാരത്തിലെത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മൂലാധാരം അഹിംസ, നമ്മൾ ഒന്നിനെയും കൊല്ലരുത്, സത്യം മാത്രം പറയുക. സ്വാധിഷ്ഠാനം ഇന്ദ്രിയ നിഗ്രഹം, അഷ്ടരാഹങ്ങളെ നാം കീഴടക്കുക. കാമാസക്തി ഒന്നാമത് അടക്കുക. കാമം ഇതിൻ്റെ മുന്നിൽ കടന്ന് കളിക്കും, ശരിക്കും ഇളകും. അതിലേക്ക് നാം പോകാതിരിക്കുക. അവിടെ ആമയെപ്പോലെ പഞ്ചേന്ദ്രിയങ്ങളെ പിൻവലിച്ച് ഉൾവലിയുക. ഒരിക്കലും നമ്മൾ കാമാസക്തി കൂടുന്ന ഒരു വ്യക്തിക്ക് ധ്യാനിക്കേണ്ടത് ചുഴിമുനയിലാണ്. അതായത് നമ്മുടെ യഥാർത്ഥമാകുന്ന യോനി ഇരുപുരുക മധ്യമാണ്. ഈ ഭ്രൂമധ്യത്തിലേക്ക് നാം ധ്യാനിച്ചിരിക്കുക. മണിപൂരക ചക്രത്തില് എത്തുമ്പോൾ ആ അഷ്ടരാങ്ങളെക്കുറിച്ച്, ഇന്ദ്രിയ നിഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കാമം കൂടുതലുള്ളവർക്കാണ് ക്രോധം ഒരുപാടുണ്ടാകുന്നത്. കാമം, ക്രോധം, മോഹം, മതം, മത്സര്യം, ഡബര്, കുശുമ്പ്, അസൂയ, മറ്റുള്ളവരെ നിന്ദിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അപഗുണങ്ങൾ ആ വ്യക്തിയിൽ ഉടലെടുക്കുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യണം? തന്നുള്ളിൽ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ആമയെ കണ്ടുപഠിക്കുക. ആ പഞ്ചേന്ദ്രിയങ്ങളെ ഉൾവലിക്കുക. ആമയെ ഒന്ന് തൊടാൻ പോകുമ്പോൾ തന്നെ അത് പഞ്ചേന്ദ്രിയങ്ങൾ, കഴുത്ത്, 2 കാല്, കൈ, ഇവയെല്ലാം, കണ്ണ്, മൂക്ക്, ചെവി എല്ലാം അടച്ച് ഉൾവലിയുന്നു. അതുപോലെ നാം ഉള്ളിലേക്ക് ഉൾവലിഞ്ഞ് നമ്മൾ നമ്മുടെ സ്വരൂപത്തിലേക്ക്, നമ്മുടെ ഉള്ളിൽ നമുക്ക് എപ്പോഴും ഇടതടവാ ഇല്ലാതെ സദാ കീഴും മേലും പൊയ്ക്കൊണ്ടിരിക്കുന്ന ജീവനിൽ നിങ്ങളുടെ മനസ്സ് പൊയ്ക്കുള്ളൂ. നമ്മളെ ഉള്ളിലേക്ക് എന്തുകൊണ്ട് നമുക്ക് മനസ്സ് വരുന്നില്ല, ഉള്ളിലേക്കുന്നില്ല? എത്രയോ ബാഹ്യ കാര്യങ്ങളിലേക്ക് നാം ആവശ്യമില്ലാതെ സമയം വേസ്റ്റ് ആക്കുന്നു. അതെന്ത് നിങ്ങൾക്ക് മോക്ഷം കിട്ടുമോ? നിങ്ങൾക്ക് സാക്ഷാത്കാരം കിട്ടുമോ? തന്നെ അറിയാൻ കഴിയുമോ? എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആ വഴിക്ക് പോകാം. പക്ഷേ ക്രിയായോഗം തൻ്റെ സ്വരൂപസ്ഥിതിയിലേക്ക് അടഞ്ഞ് ചേരലാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം മോക്ഷം നേടേണ്ട ഒരു മാർഗമാണ്. അങ്ങനെ അനാഗത ചക്രത്തിൽ, മണിപൂരക ചക്രം പറഞ്ഞില്ല, മണിപൂരക ചക്രത്തിൽ സർവഭൂതദയ, സർവജീവജാലങ്ങളെ ഈശ്വരൻ സൃഷ്ടിച്ചു. ഒരേ ഒരു സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശ കിരണങ്ങളാണ് ഓരോ ജീവനും. അങ്ങനെ ഭഗവാൻ ഒരച്ഛയേ ഉള്ളൂ. ആറ്റിൽ നിന്ന് വന്ന മക്കളാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഒരേ ഒരു സത്യമേ ഉള്ളൂ.
സ്വർണ്ണക്കട്ടിയിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ രൂപാന്തരപ്പെടുന്നത് പോലെ നമുക്ക് ഒരേ ഒരു അപ്പന്റെ മക്കളാണ് നാം ഓരോരുത്തരും. ഇവിടെ കൊല്ലും കൊലയ്ക്കും ഒന്നിനും പോകാതെ ജീവികളെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉദയം ചെയ്യുന്നത് കരുണ സർവഭൂതങ്ങളോടും കാണിക്കുക, ദയ, ലാളിത്യം അവരോട് കാണിക്കുക. നമുക്ക് അതാണ് ഏറ്റവും നമുക്ക് വേണ്ടത്. കാരണം ഞാൻ തന്നെയാണ് നീ തന്നെ, നിന്നിൽ അടങ്ങിയിരിക്കുന്ന സത്യമാണ് ഞാൻ എന്ന് എപ്പോഴും താൻ ഭാവത്തിലേക്ക് നാം വന്ന് താൻ ഭാവമായി ഇരുന്നു കൊണ്ട് നമ്മൾ ആ സർവഭൂതങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സർവജീവജാലങ്ങൾ ഒരു ഇലയെ കണ്ടാൽ പോലും നിങ്ങൾ ഉപദ്രവിക്കല്ലേ, അങ്ങനെ അതിനോടും ദയ കാണിക്കുക. അത് ശിവമാണ് എന്ന്, അത് ബ്രഹ്മമാണ്, അത് ബ്രഹ്മമല്ലാതെ ഒന്നുമല്ല. ഈശ്വരൻ കെട്ടിയ വേഷം അതിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ മനസ്സിൽ ഭാവന ചെയ്ത് നിങ്ങൾ അനാഗത ചക്രത്തിലേക്ക് എത്തുക. അനാഗത ചക്രത്തിലെത്തുമ്പോൾ പരിപൂർണമായ ക്ഷമ നിങ്ങളുടെ ജീവിതത്തിൽ വരണം. പരിപൂർണമായ ക്ഷമ നമ്മളെ ജീവിതത്തിൽ വരുമ്പോൾ അനാഗത ചക്രം എല്ലാം സഹിക്കുന്ന പരിചയാകണം. വാളാകുന്ന ക്ഷമ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നമ്മുടെ ഹൃദയത്തിൽ എല്ലാം സഹിച്ച് നമ്മുടെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് അഗാധമായി ഉണ്ടാകുന്ന വേദനകൾ, ഒരാൾ നമ്മളെ ആവശ്യമിൽ ചെയ്യാത്ത കുറ്റത്തിന് കുറ്റം വിധിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വ്യാകുലപ്പെടുമ്പോൾ ആ വ്യാകുലപ്പെടുന്ന ഹൃദയം എന്തായി തീരണം? പരിചയായി മാറണം. എന്തിനെ സഹിക്കാൻ? ഈശ്വര, ഞാൻ ഈശ്വരനിലാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ ജീവൻ ആ ജീവനിലേക്കാണ് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. അതെനിക്ക് പരിപൂർണമായ ധീരത തരണേ. ആ ധീരതയാകുന്ന ആ പരിച എൻ്റെ ജീവിതത്തിൽ കൊണ്ടുതരണം. ആ പരിചയാവണം എൻ്റെ ഹൃദയം. ഇനിയും കൊണ്ടുവരുന്ന ദുഃഖങ്ങളും സുഖങ്ങളും എന്ത് തന്നെ ആയാലും അത് സഹിക്കാനുള്ള, അത് തരണം ചെയ്യാനുള്ള, എല്ലാത്തിനെ എതിർത്ത് പാറയെ പോലെ, ഹിമാലയ പർവ്വതം പോലെ ഉറച്ചതായി നമ്മൾ ഇരിക്കുക. എന്ത് തന്നെ നമ്മുടെ മുന്നിൽ വന്നിരുന്നാലും, ചിലപ്പോൾ നമ്മളെ കൂടെ കൂടുന്ന കൂട്ടുകാരായിരിക്കാം നമ്മളെ ചതിക്കാൻ വരുന്നത്. ഈ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു കൊണ്ടുപോകാൻ പല ആൾക്കാരും നമ്മളെ വരും. അതെല്ലാം മായായി മാറുന്നതിൻ്റെ പ്രകടനങ്ങളാണ്. അങ്ങനെ നിങ്ങൾ എപ്പോഴും ഭാവന ചെയ്യുക. ആ സ്ഥലത്ത് നിങ്ങൾ ഏതൊരു സുഹൃത്താണോ നമ്മുടെ മുന്നിൽ വന്നോ അവരെ ബ്രഹ്മമായി കാണുക. ജലം തന്നെ കടൽ തിരമാലയായി മാറിയതുപോലെ ഒന്നേ ഉള്ളൂ. ഒന്നിന്റെ പ്രകടനങ്ങളാണ് ഈ കാണുന്നതെല്ലാം എന്ന് നിങ്ങൾ എപ്പോഴാണോ മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മോക്ഷം, അപ്പോൾ നിങ്ങൾക്ക് അകത്ത് പ്രവേശനം. ആ അകത്ത് പ്രവേശിച്ച് സ്വരൂപത്തിലേക്ക് പോകുന്നു. അടുത്ത് വിശുദ്ധി ചക്രത്തിൽ എത്തുമ്പോൾ പരിപൂർണമായ ശാന്തി നാം അനുഭവപ്പെടുന്നു. പരിപൂർണമായ ശാന്തി എങ്ങനെ അനുഭവപ്പെടും? നാം അറിയേണ്ടതറിഞ്ഞ് 6 ചക്രാസുകളെയും 6 ആധാര ചക്രങ്ങളും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ്. ആ 6 ആധാര ചക്രങ്ങളിൽ ധാരണ ചെയ്ത് വരുമ്പോൾ നമുക്ക് പരിപൂർണമായ ശാന്തി നമ്മളിലേക്ക്, നമ്മുടെ സ്വരൂപത്തിലേക്ക് നാം ആഴ്ന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പരമമായ ആനന്ദം നമുക്ക് അനുഭവപ്പെടും. ആ ആനന്ദമാണ്, അതിൻ്റെ പേരാണ് ശാന്തി. ആ ശാന്തിയുടെ പേരാണ് പരമാനന്ദം. സത്ത്, ചിത്ത്, ആനന്ദം. ആ ആനന്ദം നാം വിശുദ്ധി ചക്രം മുതലാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആ വിശുദ്ധി ചക്രത്തിൽ മുകളിലോട്ടാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പഞ്ചേന്ദ്രിയങ്ങളെ നമുക്ക് കീഴടക്കണമെങ്കിൽ, നമ്മുടെ ഉള്ളിലേക്ക് വലിക്കണമെങ്കിൽ പരമമായ ശാന്തിയിലേക്ക് എത്തണം. ആ ശാന്തിയിലേക്ക് എത്തിയാൽ മാത്രമേ ആജ്ഞാചക്രത്തിലേക്കുള്ള പ്രവേശനം കവാടം നാം തുറന്നു. അത് നമ്മൾ തന്നെയാണ്. തൻ്റെ സ്വരൂപത്തിലിരിക്കുമ്പോൾ തൻ്റെ ജീവനെ കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. തൻ്റെ ജീവനെ അറിയുമ്പോൾ ആ ജീവൻ ആ തപസ്സിലേക്ക് എത്തിച്ചേരുന്നു. ആ ജീവൻ അവിടെ തപസ്സാവുമ്പോൾ ശക്തി ഇരിക്കാൻ തുടങ്ങും. ശക്തി ചലിക്കാതിരിക്കുന്ന അവസ്ഥ എത്തുമ്പോൾ ശിവ സ്ഫുരിക്കാൻ തുടങ്ങും. ശക്തി ചലിക്കാതെ എപ്പോഴാണോ നാം നമ്മിലേക്ക് ഒതുക്കിയെടുക്കുന്നത്, ആ ഒതുക്കിയെടുക്കുമ്പോൾ മാത്രമേ ആ തന്നുള്ളിലുള്ള ആ പരമപ്രകാശ സ്ഫുരിക്കുകയുള്ളൂ.
അഖിലാണ്ട മണ്ഡേല മണിയിച്ചൊരുക്കി അതിലുള്ളിൽ ആനന്ദം ദീപം കൊളുത്തി. ആര് ദീപം കൊളുത്തണം? നമ്മൾ തന്നെ കൊളുത്തണം. ആ ദീപം കൊളുത്തി പരമാണുവിലും ഇരിക്കുന്ന ചെറിയ ചെറിയ പ്രകാശം, പരമപ്രകാശമേ ശരണം നീ നിത്യം. അതുപോലെ നാം തന്നുള്ളിലിരിക്കുന്ന ആ പരമപ്രകാശം സ്ഫുരിക്കാൻ തുടങ്ങും. സ്ഫുരിക്കുന്നത് എപ്പോഴാണോ നാം തന്നുള്ളിൽ പ്രവേശിച്ച് ജീവൻ ബ്രഹ്മരന്ധ്രത്തിൽ പ്രവേശിച്ച് ബ്രഹ്മരന്ധ്രത്തിൽ ഈ ചിന്തകളെല്ലാം സ്വസ്ഥമാകുമ്പോൾ ശിവം പ്രകാശിക്കുന്നു. അടുത്ത് ആജ്ഞാചക്രത്തിൽ എത്തി പ്രകാശിച്ചു കഴിയുമ്പോൾ അവിടെ ഓംകാരനാദം, ക്രിയായോഗി തുടക്കത്തിൽ തന്നെ അവൻ ഓംകാരനാദം അവന് ശ്രവിക്കാൻ കഴിയുന്നു. ആ ഓംകാരനാദം ശ്രവിക്കുന്നവൻ മുക്തി പ്രാപിച്ചെന്നർത്ഥം. ഓംകാരനാദം ആർക്കൊക്കെ കിട്ടിയോ അവരെല്ലാം മുക്തിയുടെ പദത്തിലെത്തിയവരാണ്. അവര് നമ്മള് ഇപ്പോ കുറെ ആൾക്കാർ ക്രിയായോഗം എടുത്തെന്നിരിക്കട്ടെ, ഒരാളിന് ഓംകാരനാദം കിട്ടി, ഒരാളിന് മണിനാദം കിട്ടിയുള്ളൂ. എനിക്കത് കിട്ടിയില്ല, അസൂയപ്പെടല്ലേ. ഓരോ വ്യക്തികൾ വന്നത് അവരുടേതായ കർമ്മതലത്തിലാണ് ഓരോരുത്തർ എത്തിപ്പെട്ടത്. കാരണം നാം ചെയ്യുന്ന വിശുദ്ധമായ സത്യങ്ങൾ, സത്യപ്രവൃത്തികൾ അത് വിശുദ്ധമായ കർമ്മങ്ങളാണ്. ആ വിശുദ്ധമായ കർമ്മം എത്രമാത്രം നമ്മളിൽ സ്ഫുരിച്ചു, നമ്മളത് ചെയ്തു, അതാണ് നമ്മുടെ ഓരോ ലെവലിലേക്കും എത്തിച്ചേരുന്നത്. നാദം, ബിന്ദു, കല, ഇത് മൂന്നും റെഡിയാവണം. ഈ കലകളും ബിന്ദുവും ഒരേ ലെവലിലാവണം. അപ്പോൾ നാദമാകുന്ന സൗണ്ട് തന്നുള്ളിൽ തന്നെ പ്രവേശിച്ച് ഓംകാരനാദം തപസ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നു. ഒരു ക്രിയായോഗിക്ക് ആ തുടക്കത്തിൽ തന്നെ ഓംകാരനാദം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ക്രിയായോഗം വളരെ ശ്രേഷ്ഠമായ വിദ്യയും ഇത് വിമാനമാർഗം എന്ന് പറയുന്നത്. ഓംകാരം നാദം കേൾക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ അവൻ മുക്തനായി. അവന് പിന്നെ ഏത് അമ്പലത്തിൽ പോയാലെന്ത്, ഏത് ശവമടക്കിന് പോയാലെന്ത്, അവൻ എവിടെ ഇരുന്നാലെന്ത്, അവൻ മലിനമായ ഒരു നദീതീരത്തിരുന്നാലെന്ത്, അവൻ അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞു. അവൻ ഒറ്റപ്പെട്ടാലെന്ത്, അവൻ എത്തേണ്ടിടത്ത് എത്തിച്ചേർന്നു എന്ന് അവന്റെ ഉള്ളിൽ തന്നെ മതിയാവോളം ആ ആനന്ദത്തിൽ ഇരിക്കും. അവന് തോന്നും ഇത് മതി എന്ന്. അവൻ തൃപ്തനാവും, അവൻ ആനന്ദ ചിത്തനാവും. അതിന്റെ അമൃതരസമാണ് നാം ഓരോരുത്തരും പാനം ചെയ്യേണ്ടത്. ആ അമൃതരസത്തിൽ ഒരിക്കലെങ്കിലും മുങ്ങിയ ഒരു വ്യക്തി ഒരിക്കലും ഭൗതിക സുഖങ്ങളെ തേടി അവൻ പോകൂല. ഭൗതിക സുഖങ്ങളെ തേടിയത് കൊണ്ടാണ്, അതിൽ നിന്ന് പരിശുദ്ധമായ കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഈ വിശുദ്ധതയിലേക്ക് എത്താൻ കഴിഞ്ഞതെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അടുത്ത് സഹസ്രാരം, ഏഴാമത്തെ ചക്രം. സഹസ്രാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ധ്യാനം. സഹസ്രാരത്തിൽ എത്തുമ്പോഴാണ് നാം ധ്യാനം തുടങ്ങുന്നത്. ഈ ധ്യാനം തുടങ്ങുമ്പോൾ സത്യം സ്ഫുരിച്ചു തുടങ്ങും. തൻ്റെ സ്വരൂപസ്ഥിതി തന്നെ വലം വയ്ക്കാൻ തുടങ്ങും, തന്നെ നമസ്കരിക്കാൻ തുടങ്ങും. തൻ്റെ സ്വരൂപസ്ഥിതി ആ പ്രകാശ സ്വരൂപമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. ആ പ്രകാശ സ്വരൂപം സത്യമായി തീരുന്നു. അവിടെയാണ് സ്വർണ്ണക്കട്ടിയിൽ നിന്നാണ് സ്വർണ്ണ ആഭരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആ സത്യം വെളിപ്പെട്ടു വരും. സ്വർണമയം പോലെ നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം സ്ഫുരിച്ച് നാം സത്യം ആയിത്തീരുന്നു. സത്യത്തിന് മുകളിൽ സത്യം. ആ സത്യത്തിൽ എത്തിച്ചേരുമ്പോൾ തന്നെ അറിയലിന്റെ ആ പ്രക്രിയയിലേക്ക് നാം എത്തിപ്പെടുന്നു. തന്നെ അറിയൽ. ആ തന്നെ അറിയൽ എത്തുമ്പോൾ താൻ സ്വരൂപസ്ഥിതിയെ അനുഭവിക്കാൻ തുടങ്ങുന്നു. ആ സ്വരൂപസ്ഥിതിയെ അനുഭവിച്ച് ആ സ്വരൂപസ്ഥിതിയിൽ എത്തി താൻ തന്നെയാണ് ആ സത്യമെന്ന് തിരിച്ചറിയുന്നു. അവനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരന്മാർ ഇപ്പോ പല ആൾക്കാരും പറയുന്നു, ജീവിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഈശ്വരന്മാരാവൂ. എന്തുകൊണ്ടായിക്കൂടാ? ക്രിയായോഗത്തിലേക്ക് വരുമ്പോൾ യമനിയമാദി ആസന പ്രത്യാഹാര ധാരണ ധ്യാന സമാധി 8 പെരുമാറ്റ ചട്ടങ്ങൾ കൃത്യമായും പാലിച്ചിരിക്കണം. ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും, ഒരു അമ്മയെ കാണുമ്പോഴും, ഒരു സ്ത്രീയെ കാണുമ്പോഴും ഈ വ്യക്തി അമ്മയായി കാണുക. തൻ്റെ പ്രാണശക്തിയാണ് ആ അദ്ദേഹത്തിൽ ഇരിക്കുന്നത്. അങ്ങനെ കാണുക. അങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. യമനിയമങ്ങൾ: 1, സത്യം മാത്രം പറയുക. 2, സത്യം മാത്രം പറയുക.
യമത്തിൽ ആസക്തി ഉണ്ടാവരുത്. ഒന്നിനോടും അമിതമായ ആസക്തി ഉണ്ടാവരുത്. അമിതമായ ആസക്തി ഉണ്ടാകുന്നെങ്കിൽ നിങ്ങളുടെ കലകൾ കുറഞ്ഞു കുറഞ്ഞു വരും, പ്രാണശക്തി കുറഞ്ഞു കുറഞ്ഞു വരും. ഉണ്ടാകരുത്. മോക്ഷണം അരുത്. നിയമം, ശൗചം, വൃത്തി, ശുദ്ധി, സന്തോഷം, ദമം, ലാളിത്യം, ദയ, ദാനം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സമ്പത്തൊന്നുമില്ലായിരിക്കാം. ആ സമ്പത്തൊന്നും ഇല്ല എങ്കിൽ തന്നെ ഒരു പുഞ്ചിരി കൊണ്ട് ഒരാളിനെ ആശ്വസിപ്പിക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് ദാനമായി കൊടുക്കൂ. ആ ദാനം നിങ്ങൾ ചെയ്യൂ. പിന്നെ നമ്മുടെ സ്വന്തം നേട്ടങ്ങൾക്കല്ലാത്ത എല്ലാ കാര്യവും, നമ്മുടെ സ്വന്തം നേട്ടങ്ങൾക്കായി ഒന്നും ചെയ്യരുത്. അത് ഈശ്വരൻ അവിടെ നിന്ന് നോക്കിക്കൊള്ളും. ആസനം, ചലനമില്ലാത്ത ഒരവസ്ഥയിൽ ഒരു സ്ഥലത്തിരുന്ന് ഈ ക്രിയായോഗ വിദ്യ, ഈ പ്രാണശക്തി വിദ്യ ചെയ്യുക. ചലനമില്ലാതെ ഇരിക്കുക. എങ്ങനെ ഇരിക്കണം? ഏകാന്തതയിൽ. ചിന്മുദ്ര വേണമെങ്കിൽ പിടിക്കാൻ രണ്ട് കൈയും കൊരുത്ത് മടിത്തട്ടിലോട്ട് വച്ച് നിങ്ങൾ സ്വസ്ഥമായി നിങ്ങളിലേക്ക് വീക്ഷിച്ചാൽ മാത്രം മതി. നേരത്തെ പറഞ്ഞു അനാഗത ചക്രത്തിലെ പരിച, വാളാകുന്ന ക്ഷമ, ഇത് രണ്ടും അവിടെ ഉപയോഗിച്ചേ പറ്റുള്ളൂ. ചലനമില്ലാതെ ഇരിക്കുക. ആ ചലനമില്ലാതെ ഇരിക്കുന്ന ഇടത്തുനിന്നാണ് നാം അടുത്ത തുടക്കം. പ്രാണായാമം. 4 പ്രാണായാമം. നമ്മുടെ ഊഹങ്ങളും കച്ചവടങ്ങളും ഒന്നും അവിടെ നടക്കൂല. പ്രാണനെ കയറ്റുക, ഇറക്കുക. സദാ ചലിച്ചു കൊണ്ടിരിക്കുന്നതിനെ അറിഞ്ഞുകൊണ്ട് അത് നമ്മൾ അതിൽ ലയിക്കുന്നു. ലയിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ അതിൽ അമരുന്നു. മനസ്സിനെ പിടിക്കണമെങ്കിൽ, മനസ്സിനെ ജയിക്കണമെങ്കിൽ ജീവൻ കൊണ്ട് മാത്രമേ സാധ്യമാവൂ. ആ ജീവൻ പോയി കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യനെ ഒന്നുകിൽ കുഴിച്ചിടണം, അല്ലെങ്കിൽ ഭസ്മീകരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക. അതിന് പോലും ഒരു ഉപയോഗമില്ലാത്ത നാറ്റം പിടിച്ച ഈ ശരീരത്തിലെ ഓരോ രോമകൂമങ്ങളുടെ ഇട പോലും നാറ്റം പിടിച്ചതാണ്. ആ വസ്തുവിലാണ് ഈ മാണിക്യം ഇരിക്കുന്നത്, വൈരം. ഈ വൈരത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ ആര് തന്നെ ആവട്ടെ, ഏതൊരു മനുഷ്യരാശിക്കും നിങ്ങൾ മോക്ഷം ആഗ്രഹിക്കുന്നുണ്ടോ, ഈ നിയമങ്ങൾ പാലിക്കുക. പ്രത്യാഹാരം, നമ്മുടെ ആവശ്യമില്ലാത്ത ചിന്തകളെ നമ്മുടെ ഉൾവലിച്ചു കൊണ്ടുവരിക. പഞ്ചേന്ദ്രിയങ്ങൾ ഉൾവലിക്കുക. പ്രത്യാഹാരം അത് ചെയ്യുക. കറക്റ്റായിട്ട് പ്രത്യാഹാരം ചെയ്തേ പറ്റുള്ളൂ ഈ മാർഗത്തിൽ എത്തണമെങ്കിൽ. ധാരണ. 6 ചക്രങ്ങൾ, 7 ചക്രങ്ങളും കൃത്യമായിട്ടും ധാരണ ചെയ്യണം. ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ഈ പടി 6 കടക്കാൻ സാധ്യമല്ല. തന്നുള്ളിലേക്കുള്ള ജീവസ്വരൂപത്തെ തിരിച്ചറിയാൻ സാധ്യമല്ല ഈ നിയമങ്ങൾ. ധാരണ കഴിഞ്ഞാൽ ധ്യാനം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധി എന്ന് പറഞ്ഞാൽ നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷത്തിൽ അടഞ്ഞു ചേരൽ, ഒന്നായി ചേരൽ. ജീവാത്മ പരമാത്മ ഐക്യം, സമചിത്തതയോടുകൂടി. അർത്ഥനാരീശ്വരനെ കാണിക്കുന്നത് ഈ ഒന്നായി ചേരലാണ്. ഒരേ ഒരാളാണ്. രണ്ടിന്റെ പ്രകടനങ്ങൾ കാണിച്ചുകൊണ്ട് ഈ പ്രകൃതിയിൽ ആ ജീവസ്വരൂപമായി രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുക. ഇതിന് രണ്ട് മൂക്കിൽ കൂടി ഒഴുകുന്ന ശ്വാസത്തെ രണ്ടിനെയും നിങ്ങൾ ശ്രദ്ധിച്ച് എത്തേണ്ടിടത്ത് ആ ജീവനെ പ്രവേശിപ്പിച്ച് ഇരുത്തുന്ന ജോലിയാണ് നമ്മുടെ. അവിടെ എത്തുമ്പോഴാണ് പരബ്രഹ്മത്തിന്റെ ഏകത്വം നമ്മളിൽ ഭവിച്ചു കൊള്ളുന്നു. അവിടെ എത്തുമ്പോൾ നമുക്ക് ഈ മൂലാധാരം, സ്വാധിഷ്ഠാനമാകുന്ന അഹിംസ, ഇന്ദ്രിയ നിഗ്രഹം, സർവഭൂത ദയ, ക്ഷമ, ശാന്തി, തപസ്, ധ്യാനം, സത്യം, 8 അഷ്ടപുഷ്പങ്ങളെയും നാം നമ്മുടെ ചക്രാസുകളിൽ ഹോമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ നിയമങ്ങളിൽ കൂടി മാത്രമേ അടിസ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് നമ്മളൊരു കെട്ടിടം പണിത് കഴിഞ്ഞാൽ ആ കെട്ടിടത്തിൽ നിന്ന് മുകളിലോട്ട് ഭിത്തികൾ കെട്ടണമെങ്കിൽ അടിസ്ഥാനം കറക്റ്റായിരിക്കണം. നമ്മൾ ആ അടിസ്ഥാനങ്ങളാകാത്തതായിരിക്കണം.
ആ അടിസ്ഥാനം ഇളകാതിരിക്കും യമനിയമാദികൾ കൃത്യമായി പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്തി അത് നമ്മുടെ സ്വരൂപത്തിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ മാത്രമാണ്. നമ്മുടെ വേദനകൾ മാത്രമാണ് നമ്മുടെ വേദാന്തം. നമ്മിൽ എന്താണോ സ്ഫുരിച്ചത് അത് നാം പഠിക്കുക. മറ്റൊരു വ്യക്തിയെ നമ്മൾ പഠിക്കാൻ പോകരുത്. ഒരിക്കലും സാക്ഷാത്കരിക്കാൻ നമുക്ക് വഴിമുടക്കിയാവും. അതുകൊണ്ട് താൻ തന്നെ അറിയാൻ താൻ ശ്രമിക്കുക. താൻ തന്നെ അറിയലാണ്. താൻ തന്നെ അറിയുമ്പോൾ നമ്മൾ ഈ ലോകത്ത് എവിടെ പോയി തീർത്ഥാടനം നടത്തിയാലും ഏതൊരു വേദാന്ത ശാസ്ത്രം കേട്ടെങ്കിലും അതിൻ്റെ എല്ലാം ഉപയോഗം വരുന്നത് തന്നെ അറിയലിലൂടെയാണ്. ആ തന്നെ അറിയലിലൂടെ വരുമ്പോൾ നമ്മളെ പ്രാർത്ഥിച്ചുകൊള്ളു, നമ്മളെ ആരാധിക്കാൻ തുടങ്ങും. അതാണ് ഈശ്വര ഐക്യം. ആ ഐശ്വര്യ ഐക്യത്തിലേക്ക് നാം എത്തിച്ചേരേണ്ട ആത്മപൂജകളാണ് നാം തൊട്ടുതാഴെ പറഞ്ഞത്. നിങ്ങൾ ഒന്നായി ചേരൂ, ഒന്നായി തീരൂ, ഒന്നായി തീരണം. എവിടെ നിങ്ങൾ പോയാലും ആ സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള വ്യക്തികളാണ് നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിരിക്കുന്ന മഹാത്മാക്കൾ. എത്ര പേരുണ്ട് നമുക്ക് ഈ ജന്മത്തിൽ, എത്ര നൂറ് വർഷങ്ങൾ കഴിഞ്ഞ മഹാത്മാക്കൾ ഇന്ന് ഉള്ള സമാധികളിൽ നാം ഓടിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അപ്പാ ഒരു തള്ള അവിടുന്ന് തരുന്നേ, എന്നെ സാധനയിൽ വിജയിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ. എങ്ങനെ പ്രാർത്ഥിക്കണം? തൻ്റെ ജീവൻ കൊണ്ട് ഇരുപുരിക മധ്യത്തിൽ കൂടി പ്രാർത്ഥിക്കുക. അല്ല നമ്മൾ വാ കൊണ്ട് പറയുന്നതെല്ലാം ആവലാതി പറച്ചിലാണ്. ആ ആവലാതി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാണശക്തി കുറയുന്നതല്ലാതെ ഈ സ്വരൂപസ്ഥിതിയിലെത്താൻ ഒരിക്കലും കഴിയുകയില്ല. നാം നമ്മളെ തന്നെ തട്ടിത്തുറന്ന് അതിൽ ലയിച്ചിരുന്ന് ലയിച്ചിരിക്കുമ്പോൾ മായ സ്വരൂപം സ്ഥിതിയാവും. അതുകൊണ്ടാണ് എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരു സുഷുമ്നാ നാഡി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും? ആ സുഷുമ്നാ നാഡിയിൽ 2 സർപ്പങ്ങൾ ഇണകളായി ചേർന്ന് അവർ ഇങ്ങനെ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ജീവാത്മാ പരമാത്മാ ഐക്യമാണ്. തൻ്റെ ജീവനെ രക്ഷിക്കുന്ന സ്ഥലമാണ് ഹോസ്പിറ്റൽ എന്നാണ്. പക്ഷെ ഈ തന്നുള്ളിലിരിക്കുന്ന ജീവശക്തിയെ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മഹത്വം തിരിച്ചറിയാം. എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞു തരുന്ന ഒരേ ഒരു കാര്യമാണ്, നിങ്ങളിലേക്ക് നിങ്ങൾ പോകൂ, നിങ്ങൾ വേദാന്ത ശാസ്ത്രങ്ങൾ കേൾക്കൂ, ശ്രവിക്കൂ, അർച്ചനാദികളിൽ പങ്കെടുക്കൂ, ഭക്തിമൂത്ത് നിങ്ങൾ ശിവമായി തീരൂ. നമുക്ക് ഒരുപാട് ഗുരുക്കന്മാർ ഈ ഭൂമിയിലുണ്ട്. നമുക്ക് കിട്ടിയ ആ ഭാഗ്യത്തെ ഓർത്ത് ഒന്നാമതായി ആത്മനമസ്കാരം. ആ ഭാഗ്യം നമുക്ക് കിട്ടിയത് തന്നെ പുണ്യമായി കരുതുക. ഓരോ ഗുരുക്കന്മാരും പല രൂപത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അവരെല്ലാം നമ്മളെ ആനയിച്ച് തള്ളി 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 നമ്മളെ വിടുന്നത് എവിടേക്കാണ്? തൻ്റെ സ്വരൂപസ്ഥിതിയിലേക്ക്. ആ സ്വരൂപസ്ഥിതിയിലേക്ക് എത്തിപ്പെടാൻ നോക്കുക. നമുക്ക് ഒരുപാട് വ്യാകുലതകളും ദുഃഖങ്ങളും മക്കളെ കുറിച്ചും, മക്കൾക്ക് ജോലി കിട്ടിയിട്ടില്ല, മക്കളെ വിവാഹം കഴിഞ്ഞിട്ടില്ല, സ്വത്തില്ല, പണമില്ല എന്നൊക്കെ നിങ്ങൾ വ്യാകുലതയിലേക്ക് നിങ്ങളെ കലകളെ കുറച്ചു കൊണ്ടുപോകാതെ ആ കലകളെ ജീവശക്തിയായി തന്നുള്ളിൽ നിങ്ങൾ ആസ്ഫുരിച്ചെടുക്കൂ. നിങ്ങൾ ശിവമായി തീരൂ. സ്വസ്വരൂപത്തിലേക്ക് എത്തി എല്ലാവരും ഈ ആത്മാനന്ദം അനുഭവിക്കൂ. ഈ പരമാനന്ദം അനുഭവിച്ച് നിങ്ങൾ മോക്ഷപ്രാപ്തിയിലേക്ക് നിങ്ങൾ അടങ്ങി തീരട്ടെ എന്ന് ആത്മനമസ്കാരം സർവ ഗുരുക്കന്മാർക്കും ഈ ക്രിയായോഗ വിദ്യയിൽ കൂടി പരമ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിച്ചേരണേ എന്ന് ബാബാജിയോട് പ്രാർത്ഥിക്കുന്നു. ആത്മനമസ്കാരം.